തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ അളങ്കനല്ലൂർ ജല്ലിക്കെട്ട് പുരോഗമിക്കുന്നു. 1000-ലേറെ ജല്ലിക്കെട്ട് വീരന്മാരും അത്രത്തോളം കാളകളുമാണ് അണിനിരക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്പോൺസർ ചെയ്യുന്ന കാറാണ് വിജയിക്ക് സമ്മാനമായി ലഭിക്കുക. ജെയിനസ് രാജുവിന്റെ റിപ്പോർട്ടിലേക്ക്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ജല്ലിക്കെട്ടിന്റെ കാലമാണ്. വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വലിയ ആഘോഷമായി തന്നെ ജല്ലിക്കെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അളകനല്ലൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏതാണ്ട് രാവിലെ മുതൽ ജല്ലിക്കെട്ട് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 50 പേരടങ്ങുന്ന ഓരോ സംഘങ്ങളുമാണ് ഇവിടെ വലിയ കാളക്കൂറ്റന്മാരുമായിട്ട് മത്സരിക്കുന്നത്. വിജയെ കാത്തിരിക്കുന്നത് ഏതാണ്ട് ഏറ്റവും മികച്ച സമ്മാനം എന്ന് തന്നെ പറയേണ്ടി വരും. തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ നൽകുന്ന കാറാണ് ഒരു ജല്ലിക്കെട്ട് വീരന് സമ്മാനം, ഏറ്റവും മികച്ച ജല്ലിക്കെട്ട് വീരന് സമ്മാനമായി ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച കാളയെ അണിനിരത്തുന്ന കർഷകനുമുണ്ട്. അദ്ദേഹത്തിന് ലഭിക്കുന്നത് ട്രാക്ടറാണ്. എന്തായാലും വലിയ രീതിയിൽ അപകട സാധ്യതയുള്ള ഒരു കായിക മത്സരം തന്നെയാണ്. എങ്കിലും തമിഴ്നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതിപ്പോഴും യാതൊരു തടസ്സവുമില്ലാതെ നടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ വന്നിരുന്നെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് വളരെ പാരമ്പര്യമായി അതിൻ്റെ തനിമയോടുകൂടി തന്നെയാണ് ഈ മത്സരം ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് 1000-ഓളം കാളക്കുറ്റന്മാരെയാണ് ഈ മത്സരത്തിൽ ഇവിടെ അണിനിരത്തിയിരിക്കുന്നത്. ഏതാണ്ട് അത്രയും തന്നെ മത്സരാർത്ഥികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ കാളയെ പിടിക്കുമ്പോഴും ആ കാളയുടെ മുതുകത്ത് കിടന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിൽ വിജയിക്കുന്നവർക്ക് അപ്പോൾ തന്നെ സമ്മാനം നൽകുന്നു. സൈക്കിൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് ഓരോ മത്സരാർത്ഥിക്കും ആ സമയത്ത് തന്നെ ലഭിക്കുക. ഇതിൽ നിന്ന് ഏറ്റവും മികച്ച ജല്ലിക്കെട്ട് വീരനെ തിരഞ്ഞെടുക്കും. അയാൾക്കാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ നൽകുന്ന കാറ് നൽകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി സമ്മാനങ്ങളുമുണ്ട്. വളരെ ചെറിയൊരിടത്താണ് ഈ പരിപാടി നടക്കുന്നത്. നേരത്തെ തമിഴ്നാട് സർക്കാർ ഏതാണ്ട് 65 കോടി രൂപ മുടക്കി ഇവിടെ ഒരു കലൈഞ്ചർ അരീന ഈ ജല്ലിക്കെട്ട് മത്സരങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരുന്നു. പക്ഷേ ആ തനിമ അതേപോലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആ മത്സരം ഇവിടെ തന്നെ നടത്തണമെന്ന് ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ചാണ് ഇത്തവണ ഇവിടെ അളകനല്ലൂര് കഴിഞ്ഞ പാരമ്പര്യമായി നടക്കുന്ന അവിടെ തന്നെ ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 88ഓളം പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 13 പേർക്ക് പരിക്ക് ഗുരുതരമായിരുന്നു. എന്തായാലും മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണി 5 മണി വരെ ഈ മത്സരം ഉണ്ടാകും. ഏറ്റവും മികച്ച മത്സരാർത്ഥിയെ അല്ലെങ്കിൽ ജല്ലിക്കെട്ട് വീരനെ കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് ഈ നാട്ടിലുള്ളവർ. അളകനല്ലൂരിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി.